ഒരു ചോദ്യം ഇവിടെ എഴുതി കിട്ടിയ ഒരു ബഹുമാന്യനായ സുഹൃത്ത് രഞ്ജൻ വെളിയിൽ RSSന്റെ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകൻ രഞ്ജൻ എഴുതി ചോദിച്ച ചോദ്യങ്ങളെ നാം അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കുകയാണ്. ചോദ്യം 1. ഭാരതത്തിലെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ശ്രീകോവിലായ ഭാരതത്തിന്റെ പാർലമെന്റ് ആക്രമണക്കേസിലെ പ്രതിയായ അഫ്സൽ ഗുരു എന്ന ഭീകരവാദിയെ പരമോന്നത നീതിന്യായ കോടതി തൂക്കിലേറ്റാൻ വിധിച്ചിട്ടും മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അപ്രീതിക്ക് പാത്രമാകും എന്ന ഒറ്റ കാരണത്താൽ നടപ്പാക്കാനായിട്ടില്ല. മുജാഹിദീൻ കേരള ഘടകത്തിന് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചുകൊടുത്തു മാതൃകയാക്കാമോ? ചോദ്യത്തിലെങ്കിലും RSSകാരനാകാതിരുന്നെങ്കിൽ നന്നായിരുന്നു രഞ്ജിത്ത്. കാരണം ഭാരതത്തിലെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ശ്രീകോവിലായ എന്ന പ്രയോഗം തന്നെ വംശീയതയുടെയും ഗോൾവാൾക്കറിയൻ സിദ്ധാന്തത്തിന്റെയും ഭാഗമായി രഞ്ജിത്ത് പരിശീലിച്ചതാണ്. ഇന്ത്യയിലെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പള്ളിയാണ് എന്ന് ഞാൻ പറയൂല. ഇന്ത്യയിലെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ ചർച്ചാണ് എന്നൊരു ക്രിസ്ത്യാനി പറയരുത്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ശ്രീകോവിലാണ് എന്ന് ഒരു RSSകാരനും പറയരുത്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന് മഹത്തായ ഒരു മാതൃക അക്കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു മഹത്തായ മാതൃക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പണി പൂർത്തിയായതിനു ശേഷം ആ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ കൊത്തിവെക്കാൻ ഒരു വാചകം വേണമെന്ന കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ തീരുമാനിക്കുകയും ലോകാടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊണ്ടുവരപ്പെടുകയും ആ വ്യത്യസ്തങ്ങളായ മുനിമാരുടെ, മഹർഷിമാരുടെ, പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലെയും അതുപോലെ തന്നെ ഇതരങ്ങളായ സാഹിത്യകാരന്മാരുടെയും മൊഴിമുത്തുകൾ ശേഖരിച്ചു വെക്കുകയും അങ്ങനെ വ്യത്യസ്തങ്ങളായ വാചകങ്ങളും ആശയങ്ങളും ഒന്നിച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളത്തിൽ എഴുതി വെക്കാൻ പറ്റിയ ഒരു വാചകം എന്ത് എന്നെന്ന് അന്വേഷിക്കുകയും അവസാനം ഈ മുഴിമുത്തുകൾക്കിടയിൽ നിന്ന് ഒരു വാചകം അക്കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആ വാചകം വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമായിരുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന ആ വാചകത്തിന്റെ അർത്ഥം ഇന്നും പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ സ്വർണ്ണലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും അക്കാലഘട്ടത്തിൽ വർഗീയപരമായ ഭീകരവാദപരമായ RSSന്റേതായ NDFന്റേതായ അതുപോലെ തന്നെ സംഘപരിവാറിന്റേതായ ഒരു നിലവാരത്തിൽ ഇന്ത്യൻ സമൂഹം അധപ്പതിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റ് മന്ദിരം ഒരു മുസ്ലിം പള്ളിയാണെന്ന് ഒരു മുസ്ലിമും അവകാശവാദം ഉന്നയിക്കരുത്. അതൊരു ചർച്ചാണ് എന്ന് ഒരു ക്രിസ്ത്യാനിയും അവകാശവാദം ഉന്നയിക്കരുത്. അതൊരു ശ്രീകോവിലാണ് എന്ന് ഒരു ഹിന്ദുവും അവകാശവാദം ഉന്നയിക്കരുത്. അത്തരത്തിൽ നാം താഴ്ന്നു പോകരുത്. രണ്ടാമതായി ഒരു ആവശ്യമുള്ളത്, ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ആക്രമിച്ച അഫ്സൽ ഗുരു അയാളെ തൂക്കിലേറ്റുവാൻ വേണ്ടി മുജാഹിദീന്റെ കേരള ഘടകം ഈ ആവശ്യം വെച്ചിട്ട് പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നാണ്. അങ്ങനെ അയക്കാനാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്കെതിരെ അയക്കേണ്ടതുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് ആളുകൾക്ക് അയക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് ഒരുപാട് അപേക്ഷകളും ഒരുപാട് അപേക്ഷകൾ നമ്മുടെ ഭരണകൂടത്തിന്റെ അടുക്കിലേക്ക് രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് അയക്കേണ്ടതുണ്ട്. എന്തേ ഒരു അഫ്സൽ ഗുരുവിനെ മാത്രം കണ്ടു എന്റെ ബഹുമാന്യനായ സഹോദരൻ രഞ്ജൻ? എന്തേ ഒരു അഫ്സൽ ഗുരുവിനെ മാത്രം കണ്ടു? ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, ആ ഗാന്ധിജി ഒന്നാം തരം ഒരു ഹിന്ദുവായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. റാം 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 എന്നുച്ചരിച്ച ആ ഗാന്ധിജിയുടെ മാറിലേക്ക് നിറയൊഴിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ പുകഴ്ത്തിക്കൊണ്ട് 1990 കാലഘട്ടങ്ങളിൽ നാടകം അവതരിപ്പിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ പാടിപ്പുകഴ്ത്തിയ RSSകാരന് തുറങ്കിലടക്കേണ്ടതല്ലേ? അതൊരു നിവേദനം നമുക്ക് അയക്കേണ്ടതില്ലേ? ആ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ?
അത് കഴിഞ്ഞിട്ട് ബോംബെ കലാപം. ആ ബോംബെ കലാപം നടക്കുമ്പോ ബോംബെയുടെ മണ്ണിൽ വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിൽ, ഹൈന്ദവ വർഗീയത ഇളക്കിവിടുന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയ ഒന്നാന്തരം തീവ്രവാദി എന്ന കാര്യത്തിൽ സംഘപരിവാരുകാരന് സംശയമില്ലാത്ത ബാൽ താക്കറയെ തുറുങ്കിലടക്കണ്ടേ? ആ ബാൽ താക്കറയുടെ സിദ്ധാന്തം സ്വീകരിച്ചവരെ തുറുങ്കിലടക്കണ്ടേ? ഒരു മുസ്ലിമിനെ കൊല്ലുവാൻ വേണ്ടി ഒരു കത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച ഉമാഭാരതിയെ തുറുങ്കിലടക്കണ്ടേ? ഗുജറാത്തിന്റെ മണ്ണിൽ കലാപം അഴിച്ചുവിട്ട അവിടുത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ തുറുങ്കിലടക്കണ്ടേ? എന്തേ ഇവിടെയും മനുഷ്യൻ വർഗീയത മാത്രം കാണുന്നു? എന്തേ ഇവിടെയും വർഗീയത മനുഷ്യൻ കാണുന്നു? ഇവിടെയും എന്തേ മനുഷ്യൻ വർഗീയമായി മാത്രം ചിന്തിക്കുന്നു? ഒരു കുറ്റവാളിയുടെ കാര്യത്തിൽ പോലും, കുറ്റം ചെയ്തവന്റെ കാര്യത്തിൽ പോലും വർഗത്തിന്റെയും ജാതിയുടെയും പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ നോക്കി നീതി നിർവഹിക്കുന്ന ഈ പ്രഖ്യാപനത്തോട്, ഈ വാദത്തോട് ഒരിക്കലും ഇസ്ലാം യോജിച്ചിട്ടില്ല. ഒരിക്കലും ഇസ്ലാം യോജിച്ചിട്ടില്ല. വിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, കുറ്റം ചെയ്തവനാരാണെങ്കിലും, അതൊരു മുസ്ലിമാണെങ്കിലും, അതൊരു ക്രിസ്ത്യാനിയാണെങ്കിലും, അതൊരു സംഘപരിവാറുകാരനാണെങ്കിലും, അതൊരു RSSകാരനാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന നിയമമാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ ഒരു മുസ്ലിം ആ മുസ്ലിമിനെ തൂക്കിലേറ്റണം, എന്നാൽ ഒരു RSSകാരനെ വെറുതെ വിടണം, ഒരു സംഘപരിവാറുകാരനെ വെറുതെ വിടണം എന്ന നിലപാട് ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത നിലപാടാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉന്നത കുലജാതയായ ഒരു പെണ്ണ് കട്ടു മോഷ്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ ആ രാജ്യത്തിന്റെ വിധി നടപ്പാക്കണം, കട്ടവന്റെ കൈമുറിക്കണമെന്ന നിലപാട് സ്വീകരിക്കണമെന്ന് പ്രവാചകൻ തീരുമാനമെടുത്തപ്പോ ചില ആളുകൾ അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റെക്കമെൻഡിന് വേണ്ടിയിട്ട് ചില ആളുകളെ നിയോഗിച്ചിട്ട് പറഞ്ഞു, അവൾ ഇന്ന കുലത്തിൽപ്പെട്ടവളാണ്, അവൾ ഇന്ന കുലജാതയാണ്, അതുകൊണ്ട് ആ കുടുംബത്തിന് മാനക്കേടുണ്ടാകും. ആയതിനാൽ ഓ പ്രവാചകരെ, അവളുടെ കാര്യത്തിൽ നിങ്ങൾ നിലപാട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് നടത്തിയ പ്രഖ്യാപനം, എന്റെ മകൾ എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ പുന്നാരമകൾ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കും. അതാണ് ഇസ്ലാമിന്റെ നീതിനിഷ്ഠ. എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ, എന്റെ പ്രസ്ഥാനക്കാരൻ തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ട, അവനെ വെറുതെ വിടണം, അവൻ വിരാജിക്കട്ടെ എന്ന നിലപാടും, തന്റെ അയൽഗോത്രക്കാരൻ, തന്റെ അയൽമതക്കാരൻ, അവരിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവനെ ക്രൂരമായി ശിക്ഷിക്കണമെന്ന ഈ നിലപാട്, ഈ വർഗീയമായ നിലപാട് RSSകാരന് ഉപേക്ഷിക്കണം, സംഘപരിവാറുകാരന് ഉപേക്ഷിക്കണം, ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഉപേക്ഷിക്കണം, NDFകാരന് ഉപേക്ഷിക്കണം. അതിനാണ് ഈ സദസ്സ്. അല്ലാതെ RSSകാരന്റെ വക്കാലത്ത് പിടിക്കാനോ NDFകാരന്റെ വക്കാലത്ത് പിടിക്കാനോ അല്ല. ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ന്യായീകരിക്കുവാനോ ഏതെങ്കിലും ഒരു കുറ്റവാളിയുടെ പക്ഷം പിടിക്കാനോ അല്ല. നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, നീതിക്ക് വേണ്ടി പ്രഖ്യാപനം നടത്താൻ, അതിനുവേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് രഞ്ജനമുണ്ടാകണം. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകണമെന്നാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്.